ബോട്ട് വരുന്ന സ്ഥലമാണ് ആലപ്പുഴ. ഓക്കെ ഓക്കെ. കോടിമതിക്കോ ബോട്ട് പോകുന്നത്? ഓ, ആലപ്പുഴ പുളിക്കുന്ന് വഴിയൊക്കെ വരുന്ന ബോട്ട് ഇവിടെ വരും അല്ലേ? ആ, ഇത് കുമരകം ആ സത്യല്ലേ? അല്ല അല്ല, കുമരകം അല്ല, തിരുവാതിക്കൽ എന്ന് പറയും. ആ, തിരുവാതിക്കൽ. ആ ആ. ഓ, ഈ തോട്ടിൽ കൂടെ പോകും അല്ലേ? സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഇതാ രാവിലെ നടക്കാനൊക്കെ പറ്റിയ. അതെ അതെ. ഇതെല്ലാം പുഞ്ചകൃഷി ചെയ്തിട്ടുണ്ടല്ലേ? തിരുവാതിക്കൽ. ഈ തിരുവഞ്ചൂര് ഈ സൈഡ് തന്നെയാണോ? അല്ല, ഓപ്പോസിറ്റ്. അത് ടൗൺ അപ്പുറം അല്ലേ? മണ്ണാട് വഴി. ആ, ഇത് സത്യം പറഞ്ഞാൽ പുഞ്ചയല്ലേ? പുഞ്ചെന്ന് പറഞ്ഞാൽ ഈ കുട്ടനാട് പോലുള്ള സ്ഥലങ്ങളാണ്. ഇത് മണ്ണിട്ട് പൊക്കിയത് മുഴുവൻ കണ്ടതായിരുന്നു. ആ, അതിന്റെ നടുകൂടി റോഡ് പൊക്കിയെടുത്താണ്. ഇത് ഹൈവേ ആണോ അതോ? അല്ലല്ല, ബൈപ്പാസ് ടൗൺ ടച്ച് ചെയ്യാതെ. ഇന്നലെ എവിടെയൊക്കെ പോയിരുന്നു? ഇന്നലെ ഞങ്ങൾ റാന്നി, പത്തനംതിട്ട. അതാരായിരുന്നു അവിടെ? അതൊരു അമേരിക്കൻ ടീമാണ്. നമ്മുടെ നവയോഗ എന്നൊക്കെ പറഞ്ഞൊരു ഇതില്ലേ? നവയോഗ നമ്മുടെ ഈ പാർപ്പ ആ ചേച്ചിയുടെ വീട് കഴിഞ്ഞ് കുറച്ചുകൂടെ നമ്മൾ കറിച്ചാലിൽ വരുന്ന വഴിക്ക് ഇടത് സൈഡ്. ഇത് അമേരിക്കൻ ടീമാണ്. പുള്ളി തന്നെ വന്നേക്കായി ശിവരാത്രി പ്രമാണിച്ച്. ഈ വണ്ടിക്ക് കൂടുതലും അമേരിക്ക ലഗേജ് വെക്കാൻ സ്ഥലമുള്ളതല്ലേ? അവരുടെ ഓട്ടോ കൂടുതലും. ഈ 3 വണ്ടിയുള്ളതുകൊണ്ട് ഏതെങ്കിലും അതിന്റെ വീടുകളൊക്കെ കണ്ടില്ലേ? എന്തോ ഒരു സൂപ്പർ ഫൈൻ വീടുകളാണ്. മഴക്കാലത്ത് വെള്ളം കയറും. ഇതിന്റെ അഴിയിടത്ത് ചിറ എന്ന് തന്നെയാണ് ഇതിന് പറയുന്നത്. അഴിയിടത്ത് ചിറ. എല്ലാം വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അയ്യോ, പിന്നെ ഇത് പമ്പയുടെ തീരമാടി. ഇപ്പൊ നമ്മള് കാവുംഭാഗത്തോടെ ഇല്ലല്ലേ? പുളിക്കീഴ് അതെവിടെ? കോട്ടയമാണോ? ലക്ഷ്മിയുണ്ട്, മഹാലക്ഷ്മിയുണ്ട് അല്ലേ? എവറസ്റ്റ്, ഹിമാലയ എന്ന് പറയുന്ന പോലെ. അതെ. ഒരിടത്ത് ബോർഡ് സ്വർണം വാങ്ങാൻ പറയുന്നു, ഒരിടത്ത് വിൽക്കാൻ പറയുന്നേ. എന്നാ വിലയാണ് അവിടെയൊക്കെ? എങ്ങനെയാ സ്വർണത്തിന്? വേണ്ട അല്ല, അന്നേരം അവിടെ വിലക്കുറവുണ്ടോ? ഓ, വിലക്കുറവൊന്നുമില്ല. അതെല്ലാം ഗ്ലോബൽ മാർക്കറ്റ് അല്ലേ? ദുബൈ പോലുള്ള. പക്ഷെ അങ്ങനെ സ്വർണ്ണക്കടയൊന്നുമില്ല. ഈ ആൽക്കാസൊക്കെ വന്നിട്ടുള്ള കടകളൊക്കെ. 3-4 കടയൊക്കെ ഉള്ളൂ. സ്വർണത്തിന്റെ കടയല്ലേ? ടൗൺ മുഴുവൻ ജോസ്കോക്കാരൻ മേടിച്ചപ്പോ. കാരിത്താസ് എല്ലാ ആശുപത്രിയും മേടിക്കുന്ന പോലെ ജോസ്കോയും എല്ലാ സ്വർണ്ണക്കടയും മേടിക്കുക അല്ലേ? ആൾക്കാർ പോയി ആർത്തി ആയിട്ട് പോയി മേടിക്കുന്നോണ്ടാ ഇത്രയും വില. അല്ല, അത് നിക്ഷേപം ഉണ്ടായിരിക്കാം. എന്നാലും ഇതുപോലെ പിള്ളേര് മുന്നോട്ട് വരണം. എനിക്ക് ഇത് വേണ്ടെന്ന്. അതെ.
പോലത്തെ സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ മതി. ഇലിമിനേറ്റഡ് ആയിട്ടുള്ള. അല്ല, ഒന്നാമത്തെ കാര്യം ഈ ആൾക്കാർ വലിച്ചു പൊട്ടിച്ച് പോവുകയും ഇങ്ങനെ കഴുത്തെ കത്തി വെച്ച്. നമ്മുടെ ഇവിടെ NSSന്റെ അവിടെ കഴിഞ്ഞ ദിവസം വീട്ടിലേതാ ഓട് പൊളിച്ച് രണ്ടാവന്മാരെ ഇറങ്ങി. ആണോ? നമ്മൾ മെസ്സായിട്ടുണ്ടായിരുന്നു. എല്ലാം ലൈറ്റ് ഇട്ട് വയ്ക്കണം. വാട്സാപ്പിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അമ്മമാർ ചാടിയത്, പോലീസ് വന്നപ്പോൾ ചാടിയത് ഓടിയെന്ന്. ഒരു രൂപ കിട്ടിയാലും അവർക്ക് 1,00,000 രൂപയോളം കിട്ടിയില്ല. സുഖമായിട്ട് ജീവിക്കുന്നു. നിശ്ചിതാർത്ഥ ഇതല്ലേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ പറഞ്ഞ ഒരു 20,000-25,000 കൂടുതലായത് അല്ലേ? ഒരു അതിന്റെ ആവശ്യമുള്ളൂ. നോർത്ത് ഇന്ത്യയിലൊന്നും ഇത്രയും ഇല്ല. ഉണ്ട്, അവരുടെ കയ്യിലുണ്ട്, വീട്ടിലുണ്ട്. പക്ഷേ അവർ ഇതുപോലെ ഇട്ടുകൊണ്ടൊന്നും നടക്കില്ല. ഇവിടെ കല്യാണത്തിനൊക്കെ കാണിക്കുന്ന പരിപാടികളെ മൊത്തം സ്വർണം, സാരിയെ വരെ സ്വർണം പിടിക്കും. ഭാഗം ദാറ്റ്സ് കമ്മിങ് ഫ്രം തിരുവല്ല and we are going to Mavelikara. We came through a shortcut without touching Tiruvalla town. So we are heading to Mannar. Mannar Mathai speaking. ചേട്ടൻ പാട്ട് പാടുമോ? ഒരു ലൈൻ പോലും ഇല്ല. കഥാപ്രസംഗം ഉണ്ടോ? ഇല്ല. Platinum Jubilee Building. Wow, Star Travels. വിദേശിയാണ് വരുമില്ല. We are leaving Tiruvalla police station. Entering Mannar. Wow. On record. ഹോട്ടൽ ശ്രീ വല്ലഭ. നിർത്താനാണോ? എന്നാ നിർത്തിക്കോ. എന്നാ കുഴപ്പമില്ല. കുഴിയിലോട്ട് ഇറങ്ങിയല്ലേ? ഞാൻ ഇറങ്ങിക്കോളാം. ഇവിടെ വേണ്ട, ഇവിടെ വേണ്ട. ഭയങ്കര കുഴിയാണ്. നോക്കാം. ഇവിടെ മറ്റേ ചെറിയ കടയാണേലും പോരെ? മതി, വഴിയിലുള്ളതാണേലും മതി. ഇപ്പം വിളിച്ച നമ്പർ ചേട്ടൻ്റെ സ്വന്തം നമ്പറായിരുന്നു. മഞ്ചിപ്പാലം കോംപ്ലക്സ്. എവരിഡേ സൂപ്പർ മാർക്കറ്റ്. വാ, ഷാജി പാപ്പൻ്റെ മീൻ കട. അല്ലല്ല, ചായ ചേട്ടൻ വാ വരും. You have her to be your wife and give to her alone. Will you love her, honor her, and be a faithful husband to her, as well as you must you? Anna, when you have proven to be your husband, and give to him alone, will you love him, honor him, and give to him? ഇച്ചിരി കാപ്പി കുടിക്കാം. അവിടെ ചായ ഉണ്ട്. ചായ അല്ല,
അവിടെ ഡ്രിങ്ക്സ് ഉണ്ട്. ചെറുത് ഇതുപോലെ വെൽക്കം ഡ്രിങ്കാണ് നമ്മളവിടെ വെക്കേണ്ടത് പള്ളിയിൽ. എന്നിട്ട് അവർ കൊണ്ട് കോപ്പിൽ അവർ ഉണ്ടാക്കി വെച്ചത്. ഞാൻ ശാരീരികൊണ്ട് തുടക്കം മുതൽ പറയുന്നൊരു കാര്യമാണ്, ഓഡിയോയുടെ കാര്യവും ഈ വെൽക്കം ഡ്രിങ്കിൻ്റെ കാര്യവും. എല്ലാം റെഡിയാണ്. ഇരിക്കാൻ സ്ഥലമില്ലല്ലേ? ഇവിടെ നിൽക്കാമെന്നോ? അലിച്ചോടെ നമുക്ക് ആ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യണം. ഇത്ര വർഷം പഴക്കമുള്ള പള്ളിയാണ്. 1904 കാര്യമൊക്കെ നമ്മുടെ അച്ഛനും അമ്മയും ജനിക്കുന്നതിന് മുമ്പുള്ള പള്ളിയാണ്. ആയിരുന്നു. CSI Holy Emmanuel Domain 7
1437 Garfield Drive, Deltile, ശ്രീ അനിൽ ലൂക്കോസിന്റെയും ശ്രീമതി മേഴ്സി അനിലിന്റെയും മകൾ അന അനിൽ ലൂക്കോസും വിശുദ്ധ വിവാഹത്തിൽ സംബന്ധിച്ച് ആയതിനെ ദൈവത്തിന്റെയും ഈ സഭയുടെ മുൻപാകെ സാക്ഷ്യപ്പെടുത്തി അതിനായിട്ട് അവർ തമ്മിൽ വാഗ്ദത്തം ചെയ്ത് മോതിരങ്ങളും ഇന്നും അവരോട് നൽകുകയും ചെയ്തു. മോളിൽ പോവേ.
ക്രോസ് ചെയ്യാനുണ്ട്. ഇടത്തോട്ട് തിരിയുമ്പം ഇത് കുന്നിക്കുഴി ജംഗ്ഷൻ. കുന്നിക്കുഴി കേരളത്തിൽ എവിടെയെല്ലാം എന്തെല്ലാം സ്ഥലങ്ങളാണ്. നമുക്ക് കറിച്ചാലും നത്തിലൊരു മാമൂടൊക്കെ അറിയത്തുള്ളൂ. എന്റെ കൂട്ടുകാരനോടൊന്ന് ചോദിക്കാൻ നാളെ വരും. ആരോടാടി? പുത്രപ്പള്ളി വരുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ക്ഷമിച്ചോളാം ഷേനി. ഞാൻ കൊച്ചിന് മുമ്പ് നിന്നെ ഞാൻ അത് നിന്നെ ഞാൻ അതിൻ്റെ അകത്ത് അഡ്മിറ്റ് ചെയ്യിച്ചോളാം. ഇല്ലെങ്കിൽ 4 ദിവസം. ദേവാലപ്പടി ട്രേഡിങ്ങിന്റെ ബിസിനസ്. പിന്നെ ഒരു കാര്യമുണ്ട്. ആ ഒരു സാധനത്തിനകത്ത് 2 വർഷം നിന്ന് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് ഫലപ്രദമായിട്ട് ചിലതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് കയറി നാളെ ഇറങ്ങിപ്പോയിട്ടൊന്നും കാര്യമില്ല. 2 വർഷം വേണം. കുറേ കാശ് പോകും. അന്നേരപ്പളേ അത് എങ്ങനെയാണ് നേടുന്നതെന്നുള്ളത് മനസ്സിലാക്കണം. കുളത്തുപുഴ തിരുവനന്തപുരം. കുളത്തുപുഴ പന്തളമായതല്ലേ? നമ്മള് നേരെ നമ്മൾ നേരെ പന്തളം തുമ്പമൺ. പന്തളം സുധാകരൻ. പന്തളം സുധാകരന്റെ വീട് ഇവിടുന്ന് വലത്തോട്ട് പോകുമ്പോഴായിരുന്നു. ഇവിടുന്നാണ് അയ്യപ്പൻ്റെ അല്ലേ ആ. പോകുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. ആ, നമ്മൾ നേരെയാ പോകുന്നത്. നമ്മള് നേരെ ഇവിടെ ഓ, ഇവിടെ സുഖം. മാറി. ഇവിടെ ഒരു കൊട്ടാരമുണ്ട്. ആ, അങ്ങോട്ട് പോകണം. ഇടത്തോട്ട് പോകണം. ഇടത്തോട്ടാണ്. ആ, ആ. ഓമന്നൂരിൻ്റെ പേര് ഓമല്ലൂരിൽ മാത്രം. ഓമന്നൂരിൻ്റെ വേദം വേദകം. ഓക്കെ. പരുമല കാർഡിയോളജി പന്തളം. ഇത് എം സി റോഡാണ് ആ, MC road തന്നെ. ഓ ഓക്കെ. നമ്മൾ എം സി റോഡിൽ വന്നു കൊല്ലമണ്ണിൽ. ഓക്കെ. ഇതൊക്കെ ഓരോരുത്തരുണ്ടാക്കിയിട്ട് കെട്ടുന്നുണ്ട്. അവർക്ക് ആരുമില്ല അതിനൊന്നും അവകാശികളെ. ടൗൺ സെൻറ്ററിൽ കെട്ടിടം കിടക്കുന്നുണ്ട്. എല്ലാവരും അങ്ങ് പുറത്ത് പോയി. ആ, എല്ലാവരും പോയി. എൻ്റെ അതേ ഉടുപ്പ് അയാൾ ഹാഫ് ഷർട്ട് ഇട്ടിരിക്കുന്നത് കണ്ട ഷേനി. എൻ്റെ അതേ ഉടുപ്പ് ഹാഫ് ഷർട്ട് ഈ ഓട്ടോക്കാരൻ്റെ. കയ്യിൽ 26, 68. ബുക്സ് ആൻഡ് ബാഗ്സ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. 4 മൈൽ പോകുമ്പോൾ ലെഫ്റ്റ് എടുക്കണം. അതായിരിക്കും പാലം കയറണം അല്ലേ? പാലം കയറണം. പാലം കയറണം. നമുക്ക് ക്രോസ് ചെയ്യാനുണ്ട് അച്ഛൻ. 4 മൈൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കണക്ഷൻ കൊടുക്കുന്നേ ഉള്ളു ചേട്ടൻ. വടി KL15 KSRTC. പന്തളത്ത് ഒരു പോളിടെക്നിക് ഉണ്ട്. ആ, ഏത് റൂട്ടിലാണ്? MC റോഡിലായിരുന്നു. ആ, അങ്ങോട്ടാണ്. തിരുവനന്തപുരം റൂട്ടിൽ വന്നാൽ അതെ.
പണ്ടൊക്കെ കോട്ടയം കഴിഞ്ഞാൽ ഈ പന്ത്രണ്ടേ ഉള്ളായിരുന്നു, പിന്നെ ആലപ്പുഴയിലേ ഒരെണ്ണം ഉള്ളായിരുന്നു. ഇപ്പോൾ എല്ലാം മുക്കിനും വെണ്ണിക്കുളത്തും ഉണ്ട്. നമ്മുടെ ഊരപ്പുഴ 14 മൈലിന് അവിടെ. അതെ. ഒന്നളം കടക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി. വനം പോലുള്ള മരങ്ങളും തടികളും കാടുവേ, ആറിൻ്റെ തീരുവേ, അച്ചൻകോവിലിൻ്റെ. ശനി മാങ്ങ കിടക്കുന്നുണ്ടോ? വാ. ഒന്നര കിലോമീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് എടുക്കും. ഇവിടെയൊക്കെ ഇതിനകത്ത് ലെഫ്റ്റും റൈറ്റും ഒക്കെ പറയുന്ന പോയിന്റിൽ നിന്നൊക്കെ ഇതിൽ മാറിയാ ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഒക്കെ കിടക്കും. തുമ്പമൺ കോഴഞ്ചേരി റൂട്ടിൽ കോഴഞ്ചേരി റൂട്ടാണേ. ഇവിടെ അലിച്ചിടും വരാം. അയ്യോ ആന്നേ. അയ്യോ അത് എന്താ ചിലപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇടിച്ചതാണ്. ഇടിച്ചിട്ട് ആ കട രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ Turn left onto Thumpaman, Kajenturi Road, Thumpaman, Pariaram Road. തുമ്പമൺ. അതെ ലെഫ്റ്റ്. പാടിമൺ തുമ്പമൺ തുമ്പമൺ കേരള ഗ്രാമീൺ ബാങ്ക് തുമ്പമൺ. Continue on Thumpaman, Kajenturi Road for 1 kilometer. ഓക്കെ, താങ്ക് യു. ഇപ്പം നമുക്ക് പാലം വരും 1 മൈലിനുള്ളിൽ.
ബത്സാത്ത ആശ്രമം എന്നാണേ. ഒരാളോട് വേണമെങ്കിൽ ആ പാലം കഴിഞ്ഞാൽ ഉണ്ടെന്ന് ചോദിക്കാം. ഈ വഴി തന്നെ അല്ലേ? ഞാൻ അഡ്രസ്സ് കറക്റ്റാണ് ഇട്ടിരിക്കുന്നത്. അച്ഛനോട് അവിടെ തുമ്പോണ് വരുമ്പോൾ പറയാൻ വിളിക്കാനാണ് പറഞ്ഞത്. നമുക്ക് അങ്ങോട്ട് മുന്നോട്ടേ അല്ല. ഫോണായോ? ആ തുമ്പോൺ ടൗൺ കഴിഞ്ഞു, അതല്ലേ പറഞ്ഞു. അവിടെ എഴുതിയിട്ടുണ്ടേ. തുമ്പോൺ വലിയ ടൗണാണ്. ഇട്ടുകൊണ്ടുണ്ട് എല്ലാം വലുത്. എല്ലാം വലുത്. അതെ, നമ്മുടെ കുസുമത്തിനെ കെട്ടിച്ചത് ഈ ഇവിടെ തുമ്പോൺ. കല്യാണത്തിന് ഇങ്ങോട്ട് വന്നില്ലായിരുന്നു, എന്താണോ ഓർക്കുന്നില്ല. അവർ ഡൽഹി വെച്ചായിരുന്നു കല്യാണം. അവർ ഡൽഹിയെ വെച്ചാണ് കല്യാണം കഴിച്ചത്. അവരിങ്ങോട്ട് വന്നില്ല, ഇവിടെ വെച്ചല്ലായിരുന്നു. ഉച്ചയ്ക്ക് അങ്ങോട്ട് പോയി. പോയി കാണും. കാരണം ഇവരെല്ലാം അവിടെ ആയിരുന്നല്ലോ, ബാബുവും ലിസിയും. ഇപ്പം 6 വരും കേട്ടോ. ഏതാണ്? ഇതാ അച്ചൻകോവില വലിയ 6. അത് വേറെ പാലം. ഇതിന്റെ തീരത്തൊക്കെ കണ്ടോ In കൊട്ടാരവും. 200 meters, turn left onto Coolangatta, Omelor Road, Thumpaman, Kajenturi Road. കൊള്ളനാണ്ട. ഇതൊക്കെ അറിഞ്ഞുകൊള്ളുമ്പോഴത്തേനെ നോക്കിയ ഷൈനി ഇവിടുന്ന് തിരുവാപ്പുഴം പോകുന്ന. Turn left onto Coolangatta, Omelor Road, Thumpaman, Kajenturi Road. നമുക്ക് ലെഫ്റ്റ്. ലെഫ്റ്റ് 2 മിനിറ്റ് കൂടെ ഉള്ളൂ. Continue on Coolangatta, Omelor Road for 1.5 kilometers. വടക്കുന്നാഥ ക്ഷേത്രം. ആരും ആൽത്തറയുണ്ട്. എത്ര ആളോടാ സീറ്റ് ഒന്ന് മടക്കുന്നത്? ആ പുറകിലത്തെ സീറ്റ് അത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അല്ലേ? അല്ല. അല്ലല്ലേ? ലഗേജൊക്കെ വെക്കണം. അതെ. എയർപോർട്ടിലൊക്കെ പോകണം. 4-5 വെട്ടി ഉണ്ടെങ്കിൽ അന്ന് നമ്മൾ മടക്കിയായിരുന്നല്ലോ. അറിയാം. ആ, പിള്ളേരെ കൊണ്ടുപോകാം. അതെ. അന്ന് പെട്ടിയും ബാഗും എല്ലാം ഉണ്ട്. അടുത്ത് കേട്ടോ, ഇച്ചിരി ലെഫ്റ്റ് എടുത്ത് റൈറ്റിലോട്ട് തിരിയാനാണ് പറയുന്നത്. ആ. വളവാ. ഇച്ചിരി ഉണ്ട് കേട്ടോ. ഇടത്തോട്ടാണ് പോകേണ്ടത്. In 200 meters, your destination will be on the left. പതുക്കെ ഇവിടെ തന്നെ. ഇച്ചിരി മുന്നോട്ട് പോയി. Your destination is on the left. ഇതാണ്. ചുമക്കത്ത് ആയുർവേദ കഴിഞ്ഞ ഇവിടെ ലെഫ്റ്റ് സൈഡാണ് പറഞ്ഞിരിക്കുന്നത്. ചങ്കത്ത് ആയുർവേദ ഹോസ്പിറ്റലിന് മുമ്പിലുണ്ടെന്ന് പറയാം അല്ലേ? ഓക്കെ, ഒരു സൈഡായിരിക്കും. പാടമാണ്. അടുത്തോട്ടാണ് വരും. എല്ലാ ബോർഡും ചെറിയ ബോർഡുകളാണ്.
തുമ്പമൺ പണ്ട് കാലം മുതൽ പ്രസിദ്ധമാണ്. ഇവിടെ ഭദ്രാസനവും കാര്യങ്ങളൊക്കെ ഈ മലയാറ്റൂർ പോലെ പണ്ട് നിലയ്ക്കൽ പള്ളിയും തുമ്പമണും ഒക്കെ ഈ സെൻറ് തോമസ് വന്നതാണ്. ഇവിടെ ഉള്ളവരെ മുഴുവൻ ഇത് ചെയ്ത പരിവർത്തനം ചെയ്ത അതല്ല, അത് മർത്തോമ പള്ളിയാണ്. ഇച്ചിരി മുമ്പിൽ കിട്ടും ആടെ താട്ടോ അത് ധ്യാനം മുകളിലോട്ട് ഓക്കെ ഓക്കെ. എല്ലാം കുന്നാണേ. ബെത്സത്ത മുഴുവൻ കാണാമല്ലോ. ഓ വാ, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. അച്ഛൻ വരണം എല്ലാവരും കാണണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതൊക്കെയാ സംഭവം. അയ്യോ ബത്സാത്ത ആണോ വെച്ചാൽ ദയാപനാവൻ ചൂട്ടുവരൊക്കെ വായിച്ചു കിടക്കുന്നുണ്ട്. ദൈവം അല്ലേ, അത് കൊള്ളാം അല്ലേ. ബത്സാത്ത റോഡ് സൈഡ് ചക്ക കിടക്കുന്നുണ്ട്. വീട്ടിലോട്ടൊക്കെ ഇവിടുന്ന് ആൾക്കാർ എങ്ങനെ യാത്ര ചെയ്യുന്നതാണ്. അതെ അച്ഛൻ, ഞങ്ങൾ ആ കയറ്റം കയറിയൊക്കെ വരിക. ഇങ്ങോട്ട് കയറി ചെല്ലാനാ പറഞ്ഞല്ലേ. ഇതുവഴി അങ്ങനെ കയറി അവിടോട്ട് കയറി ചെല്ലാനാ പറഞ്ഞല്ലേ. അങ്ങനെ കയറി വരാനാ പറഞ്ഞ. നല്ല ഇതേ പറങ്കി പോത്ത് നിൽക്കുന്നുണ്ട്. തുറന്നു ഇങ്ങോട്ട് വിളിച്ചു. അല്ല അല്ല, ഷോർട്ട് കട്ടാണ് തോന്നുന്നു. നമുക്കേ കോഴഞ്ചേരി കഴിയുമ്പോൾ ഒരു ചായക്ക് നിർത്താം. ഇപ്പം 3:34 നല്ല മലകളാണല്ലോ. എൻ്റെ ദൈവമേ, ഇതൊക്കെ ഒന്നും കയറി കിട്ടണമെങ്കിൽ
ഏതാണെന്നറിയാം, വെസ്റ്ററിന്റെ. പഴയ കൊന്ന പൂത്ത് കിടപ്പുണ്ട്, പറക്കുന്നില്ല, നല്ല പൂവൊക്കെ ആയിട്ട്. അതെ അതെ. ഈ വണ്ണം കൂടിയൊക്കെ ഇവിടെ എത്തും. അത് ഏഷ്യാനെറ്റിലാണ്. അതെ, അല്ലല്ല, അത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കേബിളാ. ഇത് 3 ഫേസ് ആണോ അത്? 3 ഫേസിന്റെ കേബിളാ. കേബിളാ അല്ലേ? ഓ ശരി. അത് 11 kV യോട് ചേർന്നാണ് കിടക്കുന്നത്. ചിലപ്പോൾ 11 kV ആയിരിക്കും. ഇതിന്റെ മറ്റേ ഹൈ ടെൻഷൻ. ഇത് അമ്മച്ചിയുടെ ചേട്ടത്തിനും മോൻ്റെ വീടാണോ? കുടുംബ വീട്ടിലാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. ഇവരൊക്കെ ദോഹയിലായിരുന്നു. നമ്മൾ കൊടുങ്ങൂർ പോകുന്ന പോലുള്ള വളവും തിരിയുക. എന്നാ ഒരാല നിൽക്കുന്നു, കുഴിക്കാല. വഴിഞ്ചേരിയായി. വഴിഞ്ചേരിയായി. കുഴിയായിട്ട് കിടന്നായിരുന്നു. അതെ. ഒരു ഫെഡറൽ ബാങ്ക് ഉണ്ട്. എടുത്തോട്ട് പോ. ഒരു മിനിറ്റ്, എടുത്തോട്ട് പോ കേട്ടോ. കിടത്തോട്ടെ. കാരണം തിരിയാൻ പറഞ്ഞില്ല, നേരെ ആയതുകൊണ്ടേ തിരിയണേ പറഞ്ഞാലായിരുന്നു. Turn left, then make a U-turn. ഓ, തിരിയാനാ പറഞ്ഞു. അല്ല, In 500 meters, turn right to stay on Kujakala, Kurintha Road. നമ്മളവിടെ ഇച്ചിരി വിട്ടു പോയായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. അതെ, ചിലപ്പോൾ നെറ്റ് ഇല്ല, അത് കാരണം കറക്റ്റ് ചെയ്യാൻ ഇച്ചിരി സമയം എടുക്കും. എന്നാലും നമുക്ക് ഓക്കെ ആണ്. ഈ റൂട്ടല്ലേ? അതന്നെ. Turn right to stay on Kujakala, Kurintha Road. റൈറ്റ്. അതെ, ഇവിടെ എല്ലാം റൈറ്റേ ഉള്ളൂ. മീൻസ് മെയിൻ വഴി ഒന്നേ ഉള്ളൂ, പിന്നെ വളവാന്നുള്ളത്. Continue for 2 kilometers. 25 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. വീട്. അതെ അതെ. അതിങ്ങനെ പാർക്ക്
എന്നിട്ട് അങ്ങ് പോയി കാണും. പോയി ഞാൻ റബ്ബർ ഷീറ്റ് അടിച്ചിട്ട് ഇട്ടേക്കുന്നു. ഇപ്പൊ റബ്ബറിന് വില ഉണ്ടെന്നാണോ? 200 രൂപ അങ്ങനെ അടുത്താണ്. ലാഭമാണോ നഷ്ടമാണോ? എന്നാ വെട്ടുകൂലി കൂടുതൽ. ആരും ഇല്ല ഇത് വെട്ടാനും എടുക്കാനും. In 1.5 kilometers, turn left onto Aranmula Pariaram Road. ആറന്മുള പരിയാരം. പരിയാരമൊക്കെ അപ്പോൾ ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ആറന്മുള എത്തിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് വേറെ വഴിയുണ്ട് നേരെ വെണ്ണിക്കുളം എത്താൻ. ആന്നല്ലേ? ആറന്മുളയിൽ നിന്ന് വെണ്ണിക്കുളം അല്ലേ? ഈ ആറന്മുളയാടി ഷൈനി നമ്മുടെ പിള്ളച്ചേച്ചിയില്ലേ വീട്? ഓ നമ്മുടെ അവിടെയുള്ളൊരു ചേച്ചിയില്ലേ? വീട് പണിയാണ്. ഒക്കെ ക്ഷേത്രം പോലൊക്കെയുള്ള ആൾക്കാരുടെ ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ. ഇവിടെയൊക്കെ രാജകുമാരുടെ സ്ഥലമാണ് ഇതെല്ലാം പണ്ട്. അതായത് ഇല്ലിമൂട് കണ്ടോ? ഇവിടെയൊക്കെ ആറിന് തീരം പോലുള്ളത് ഇല്ലി കണ്ടോ? ഇല്ലി കാണാനുണ്ട് സ്ഥലങ്ങൾ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ. കൃഷിയൊക്കെ പോയെന്നുള്ളതേ ഉള്ളൂ. In 300 meters, turn left onto Aranmula Pariaram Road. കാഞ്ഞിരവേലി. Turn left onto Aranmula Pariaram നല്ല Road. തടി വെട്ടിയിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണോ ഇതെല്ലാം? ലെഫ്റ്റ് റൈറ്റ് ഇവിടുന്ന് ലെഫ്റ്റ്. കാഞ്ഞിരവേലി ലെഫ്റ്റ്. ഇനി പരിയാരം. Continue on Aranmula Pariaram Road for 1 kilometer. അത് കഴിഞ്ഞാൽ തോട്ടക്കാടല്ലേ ഷൈനി? അതെ അതെ. നമുക്ക് ദന്തലിൻ്റെ അവിടെ ഒന്ന് നോക്കാം. ഡോക്ടർ ഉണ്ടെങ്കിൽ. പക്ഷെ 5:30 ആവും അവിടെ ചെല്ലുമ്പോൾ. വെച്ചാൽ നോക്കാം. ആ 3 മണി കഴിയുമ്പോൾ അയാൾ പോകുന്നതാണ്. മിക്കവാറുമൊക്കെ 3 മണിയൊക്കെ ആകുമ്പോഴത്തേന് ദന്തൽ. എത്ര മണിയായി? ഇപ്പം 4:00 ഇവിടുന്ന് ഇറങ്ങുമ്പോൾ സമയം പോകും. എന്തേലും ആട്ടെ, നാളെ വരാം. ചാച്ചി ചാച്ചി In 300 meters, turn left onto Mavlakara, Chinganur, Kajenchari Road, Mavlakara, Kajenkari Road. ഇപ്പോൾ ഒരു മെയിൻ റോഡ് വരിക. അവിടെ നമ്മൾ ലെഫ്റ്റ് ആവും. റാന്നി, ആറന്മുള, കോഴഞ്ചേരിയൊക്കെ വലത്തോട്ടാണ്.
വഴിതിരി വലത്തോട്ടാണ്. Turn left onto Mavlakara, Chinganur, Kajencheri Road, Mavlakara, Kajenkeri Road. നമുക്ക് ലെഫ്റ്റ് പോയാലും പോകാന്ന് പറയുന്നത്. ലെഫ്റ്റ് പോകാം. അതായിരിക്കും ആറന്മുളയായത്. എന്നാ പിന്നെ നമുക്ക് ലെഫ്റ്റ് പോയാൽ എളുപ്പം ഷോർട്ട് കട്ട് കാണാന്ന് പറയുന്നത്. കോഴഞ്ചേരി പോവാതെ നമുക്ക് പോവാം. Continue on Mavlakara, ഒരു മൈൽ Chinganur, പോകുമ്പോഴത്തേന് Kajencheri Road for 1 kilometer. അവിടെ നമുക്കൊരു ചായക്ക് നിർത്താം കേട്ടോ. ശ്രീ പാർത്ഥസാരഥി ടെമ്പിൾ സ്ഥലം ആറന്മുള. ഓ ഓക്കെ. ഇതാ ആറന്മുള അമ്പലത്തിലോട്ട് വന്നത്. ഓക്കെ. ഞങ്ങളുടെ അവിടെ ഒരു പൊന്നു ചേച്ചിയുണ്ട്. പൊന്നു ചേച്ചി ഈ ആറന്മുളക്കാരിയാണ്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ഒത്തിരി ഫേമസ് പണ്ട് മുതലേ ഉള്ളൊരു ക്ഷേത്രമാണ്. ഇവിടെ വള്ളംകളിയൊക്കെ ചെങ്കോവിലാർ ഇതുവഴി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അല്ലേ പമ്പ വഴിഞ്ചേരി ആയാലും പമ്പ. In 400 meters, turn right to stay on Mavlakara, Chinganur, Kajencheri Road, Mavlakara, Kajenkeri Road. ചെങ്ങ റോട്ടിൽ കയറിയിട്ട് കുറച്ച് എന്നിട്ട് വലത്തോട്ട്. അതായത് കവലയിലോട്ട് പോവാതെ. അല്ല കറക്റ്റാ. അല്ല കറക്റ്റ് അല്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഞാൻ ആ വണ്ടിക്കാരൻ എടുത്തോണ്ടേ Turn right to stay on Mavlakara, ഇതെല്ലാം ആറന്മുളയല്ലേ? Chinganur, Kajencheri Road, Mavlakara, Kajenkeri Road. മേലുകര. അങ്ങോട്ട് ചെങ്ങന്നൂര്, പന്തളം, തിരു. Continue on Mavlakara, Chinganur, Kajencheri Road for 1.5 kilometers. ഈ ഭാഗത്ത് കണ്ട പത്മകുമാറിന്റെ വീട് അകത്ത് കിടക്കുന്നത്. ആണോ? അയ്യോ കഷ്ടം. പക്ഷേ അതുപോലെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അപ്പൊ ഇത് കണ്ടത് ഇറങ്ങി പോകുന്ന കണ്ടില്ല. അല്ല ഇതില് ഭയങ്കര സപ്പോർട്ടാണ് അവരല്ലേ ശരിക്കും അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പറയാനില്ല. ഇനിയിപ്പം മുന്നോട്ടൊന്നും പോകത്തില്ല. അന്വേഷണം ഇത് ലാബിലും കേസ് പോലെ ഇന്ന കേസ് കളിച്ച് കണക്കല്ലാതെ ആർക്കും ഒന്നും സംഭവിക്കില്ല. നല്ല വീടുകളും ഒറ്റ പാവപ്പെട്ട വീട് കാണാനേ പിണറായി പറയുന്നത് ശരിയാണ്. പാവപ്പെട്ട എന്നുള്ള വാക്കില്ല. ഒരൊറ്റ ഓല കെട്ടോ ചെറിയ പഴയ വീടോ ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് കാണാൻ. ആഴമുള്ള തോടാണല്ലോ. ഓഹോ. ഇതേതാണ് കവല മെഡിമിക്സ് ഇടയാറന്മുള. ഇടയാറന്മുളയാണ്. ആറന്മുള ഇടയാറന്മുളയും തമ്മിൽ വലിയ വ്യത്യാസമില്ലല്ലോ. ഇടയാറന്മുള മറ്റേത് ആറന്മുള. ഓക്കെ. ഷോർട്ട് കട്ട് അടിച്ചതാണ്.
രണ്ടേച്ച് മുന്നോട്ട് പോയിട്ടു അടുത്തായിക്കോട്ടോ. ഈ സൈഡിലുള്ളതല്ലേ? ആ റൈറ്റ് അല്ലേ ആ റൈറ്റാണ്. ശരി. ഇവിടെ കാണാം. അവിടെ പോകുന്ന വഴിക്കാണ്. നല്ല തണ്ടി പിടിക്കുകയും In 400 meters, turn left. ആ സൈഡ്. ഓ ഞാറാണല്ലോ സമയാ. വേറെ എന്നാ ഒരു തെക്കടി നിൽക്കുന്നറിയാം. തെക്കടി നിൽക്കുന്ന 10 ലക്ഷം രൂപയുടെ തെക്കടിയാണ്. സർക്കാരിൻ്റെ ആയിരിക്കാം, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും. നല്ല കാഴ്ച ഇപ്പം. നല്ല ഉഴുന്നുവടയും കുഴപ്പമില്ല. പൊടി പറ്റാതെല്ലാം മൂടിക്കെട്ടി വെച്ചിട്ടുണ്ട്. ആ ആ ഇന്നലെ നമ്മൾ മറ്റേ കടുത്തുരുത്തി പോയേ ഒരെണ്ണം കുടിച്ചില്ല, അത് അടുത്തായിരുന്നു. ഒന്ന് ആ ഒരു നിർത്തില്ല ലേഡിയുടെ. ആ പോട്ടെ. ടെമ്പിളാണ് അല്ലല്ലേ? അമ്പലങ്ങളൊക്കെ ഇതുപോലെ അമ്പലം ആറിൻ്റെ തീരത്തൊക്കെയാണ്. ആ പമ്പയല്ലേ? അമ്പയാണ്. അവിടെ ഇതുപോലത്തെ സ്ഥലങ്ങളാണ് കേട്ടാ. അത് മുഴുവൻ പച്ചപ്പായിരിക്കും അല്ലേ? പച്ച പക്ഷേ നിരപ്പാണ് ഞങ്ങളുടെ അവിടെ. ആ. ഭയങ്കര നിരപ്പാണ്. ആ 1000 കിലോമീറ്റർ പോയാൽ നിരപ്പോട് നിരപ്പ്. ആ അത് കാരണം മഴവെള്ളം വീണാൽ പോകത്തില്ല, ആ ഫ്ലഡിങ് ആവും. ആ പിന്നെ അതുപോലെ നമ്മുടെ വീടുകളുടെ മുറ്റം ആ കാട് കയറി കിടക്കാൻ പാടില്ല. അത് ആ. നമ്മളത് വെട്ടി നിർത്തിക്കോണേ. ആ ആ ചെടികളായിരിക്കണം അല്ലേ? പുല്ലും. അല്ലല്ല, പുല്ല് ആ പുല്ല് ഇതുപോലെ കാട് പിടിച്ച് കിടക്കാൻ പറ്റത്തില്ല. മുൻവശം അതെല്ലാം എല്ലാം In ഒരേ 300 രീതിയിൽ meters, അതെല്ലാം slight വൃത്തിയാക്കി right. വെച്ചോണം. എല്ലാ വീടുകളുടെ ഒരുപോലെ. വേലിയില്ല അല്ലേ? മതിലൊന്നും ഇല്ല. ഇല്ല, ഇല്ല. അതുപോലെ അവരുടെ ഒരു വണ്ടി ഓടിച്ചു പോകും, അത് ഇൻസ്പെക്ഷൻ ആ അതിൽ മാർക്ക് ചെയ്തു പോകും. ആ വീടിൻ്റെ അകത്ത് പുല്ലിൻ്റെ അകത്ത് വേറെ വല്ലതും ചെയ്താലോ പുല്ല് ഉണങ്ങി കിടന്നാലോ ആ ഫൈൻ വരും. ആ ഇത്ര ദിവസം മാറ്റിക്കണമെന്ന് പറഞ്ഞു. Slight right. നീ അറിയാമെന്നാണോ പറഞ്ഞത്? നീ അറിയാമോ? ആ അറിയാം. ഇത് നമ്മള് വെണ്ണിക്കുളത്തോട്ടാ. Continue for 2 kilometers. അവിടുന്ന് റൈറ്റ് കയറി പോയാൽ വെണ്ണിക്കുളം. ഓ നമ്മൾ വെണ്ണിക്കുളം കോട്ടയിലൂടെ ആ പോകുന്നത്. ഇതിപ്പം പുല്ലാട്. കോഴഞ്ചേരി പിള്ളേരുടെ അവിടുന്ന് റൈറ്റ്. വലിയ ദൂരമില്ല. ഈ മധ്യപ്രദേശിൻ്റെ തലസ്ഥാനം ഭോപ്പാല്. ആ മധ്യപ്രദേശ് ഭോപ്പാൽ, ഇന്ത്യയിലെ. ആ അവിടെ ഒരു മ്യൂസിയം ഉണ്ട്. ആ അവിടെ ഒരു വലിയ ചുണ്ടൻവെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്. ആ അത് ഈ പൂവത്തൂർ ചുണ്ടൻവെള്ളം എന്നാണ് അതായത് പേര്. ആ ഈ സ്ഥലപ്പേര് പൂവത്തൂർ. ഇവിടുത്തെ ആരെങ്കിലും ആയിരിക്കും. പണ്ട് ഇവിടെ ഉണ്ടായിരുന്നത് അത് വെച്ചതാണ്. ആ അത് വെച്ചേക്കുന്നത്. ഏതായാലും ക്ലബ്ബുകാരുടെ ആയിരിക്കും. ഇപ്പോഴും ഭോപ്പാലിൽ ചെന്നാൽ ആ ചുണ്ടൻവെള്ളം കാണാം. നമുക്ക് അത്ഭുതം അത് കാണുന്നത്. കാരണം ഇത്രയും പേർക്ക് ഇരുന്ന് തുഴയാനുള്ള പടികളൊക്കെ കൂടിയേ. ആ കാരണം ആൾക്കാർ 2 ദിവസം ഇരിക്കണ്ടേ. ആ
അതിന്റെ ഓഫീസറെ ഇവിടെ ഉള്ള ആരോ അവരിവിടെ വന്ന് കേരളത്തിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് മേടിച്ചതാണ് അവിടുത്തെ മധ്യപ്രദേശ് മ്യൂസിയം വകുപ്പുകാരെ. അതുപോലെ കേരളത്തിലൊരു ടിപ്പിക്കൽ വീട് ജപ്പാനിൽ കേരള വീടെന്ന് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. ജപ്പാനിൽ അത് നമ്മുടെ കേരളത്തിലെ പാലക്കാട്ടെ ഒരു പഴയ വീട് 2 നില വീട് പൊളിച്ചു കൊണ്ടുപോയി ജപ്പാനിൽ വെച്ചിട്ടുണ്ട്. അതിനകത്ത് പഴയ കാലത്തെ തൊട്ടിലും ചിമ്മിനി വിളക്കും In 300 meters, turn left onto Kadiyam, Kashenchuri Road, TK Road. അതുപോലെ മെക്സിക്കോക്കാര് കുഴിച്ചിട്ടൊക്കെയാണ് അവിടെ അവർക്ക് ഒരു വലിയ വീടുണ്ടാക്കി 2 നിലയും 1 നിലയും ചോക്കോട്ടയ്ക്കകത്ത്. In 500 meters, turn right at Pullet Town Main Junction onto Kadiyam, Kashenchuri Road. In 400 meters, turn right at Pullet Town Main Junction onto Kadiyam, Kashenchuri ജംഗ്ഷൻ Road. എന്നായി പറയുന്നത്. പക്ഷെങ്കിൽ അത് അമ്മമ്മ പറഞ്ഞു വന്നപ്പോഴത്തേനും അത് Turn right at Pullet Town Main Junction onto Kadiyam, Kashenchuri Road. വിജി ഞങ്ങളൊരു 15 മിനിറ്റകത്ത് അവിടെ എത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ പുല്ലാട് പോലെയാണ്. Continue on Kadiyam, Kashenchuri Road for 6 kilometers. ജീന അമ്പാടി തന്നീരൊരുണ്ണി മല്ലപ്പള്ളി വെണ്ണുകുളം പുല്ലാട് ഒക്കെ. ചേട്ടൻ ഓർക്കുന്നുണ്ടോ പണ്ട് ഒരു ആനോക്കെന്നും പറഞ്ഞൊരു പാർട്ടി? അറിയാം, ദേവമ്പടിക്കലുണ്ടായിരുന്നു. കീറി പറഞ്ഞ നാരായണത്ത് പ്രാർത്ഥന പോലെ. അതെ അതെ, ഭയങ്കര ദേഷ്യമൊക്കെ വെച്ച് തമ്പുരാനെ വിളിക്കത്തുള്ളൂ. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ വന്ന് ഒത്തിരി വിറവ് കിട്ടിയിട്ടുണ്ട്. ഇച്ചിരി ചോറ് കൊടുത്താൽ മതി, നിറച്ച് വയറ് നിറച്ച് ചോറ് കൊടുത്താൽ മതി. എത്ര വേണേലും തമ്പുരാനെ വിളിക്കത്തുള്ളൂ. റോഡിൽ നിന്നാലും തമ്പുരാനെ നമ്മളെ വേറെ ഒരു ശല്യവും ഇല്ല പുള്ളിയല്ലേ അല്ലേ? ഒരു വൃത്തികളൊന്നും പറയത്തില്ല. പട്ടണാണല്ലോ. പുള്ളി മിലിറ്ററിയിലായിരുന്നു. പുള്ളിയുടെ വസ്തുക്കളും ഭൂമി അത് പുള്ളി എവിടുത്തുകാരനാണെന്നറിയാം. കരിക്കാന്തരയിലുള്ള ആ പള്ളിയുടെ മുമ്പിലുള്ള ഒരു പത്രോസിന്റെ ഏട്ടനോ അനിയനായിരുന്നു. പുള്ളി മിലിറ്ററിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ വസ്തുവും ഭൂമിയൊന്നും ഇവർ കൊടുക്കത്തില്ല. ആകപ്പാടെ അനുസരിച്ചേ ഉള്ളായിരുന്നു. എന്നാ ചരിത്രം പറയുന്നത് അങ്ങനെ പുള്ളിയെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അന്ന് ആ സ്കൂളിന്റെ ഒരു സൈഡിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. ആ സ്കൂളില്ലേ കരിക്കാന്തര, അപ്പൊ ആ സൈഡിൽ അന്ന് കെട്ടറവില്ലായിരുന്നു, ഓപ്പൺ ആയിരുന്നു. അപ്പം
പുള്ളി അവിടെ കിടന്ന് അപ്പോൾ സ്കൂള് തിങ്കളാഴ്ച തുറക്കാൻ വരുമ്പോഴത്തേനും അവിടെ എല്ലാം അലമ്പാക്കിയിടുമായിരുന്നു. അങ്ങനെ പുള്ളിയെ അവിടുന്ന് അങ്ങ് ഓടിച്ചു. അന്നത് കെട്ടിയടയ്ക്കാനൊന്നും അവർക്ക് ഇതില്ല. ഞാൻ പുള്ളിയെ അങ്ങ് ഓടിച്ചു വിട്ടു. അങ്ങനെ പുള്ളി ദൈവം പഠിക്കൽ, പുള്ളിയുടെ ശവടക്ക് ആ നാട്ടുകാർ വളരെ ഗംഭീരമായിട്ട് നടത്തി. ആണോ? അത് കുമ്പനാട് മല്ലപ്പള്ളി വെണ്ണിക്കുളം ഗംഭീരമായിട്ട് നടത്തിയെന്ന് പറഞ്ഞാൽ, കാരണം ആ നാട്ടുകാർക്കെല്ലാം എന്ത് ജോലി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുത്തറപ്പള്ളി കവല വരെ അയാളെ കൊണ്ട് എന്ത് ഭാരമുള്ള പിടിവണ്ടിയും വലിപ്പിച്ച് ആരോഗ്യമായിരുന്നു. പിടിവണ്ടികൾ കയറ്റം മുഴുവൻ പാലമറ്റം എല്ലാം കയറ്റമല്ലേ, ഞങ്ങളങ്ങോട്ട് മിസ്സത്തിലോട്ടൊക്കെയുള്ള കയറ്റം, അതുപോലുള്ള കയറ്റങ്ങളെല്ലാം പിടിവണ്ടി പുള്ളിയുടെ കൊടുക്കുമായിരുന്നു. പുള്ളി അത് പറ്റുള്ളൂ. അയ്യോ, അതുപോലെ കൂത്തുറപ്പള്ളിക്കാർ ഒരു കിർക്കൻ തോമ ഉണ്ടായിരുന്നു, അറിയാമോ? കിർക്കൻ തോമ നല്ല ഓർമ്മയില്ല. ആനോക്കിൻ്റെ കാര്യം ഒരു ചരിത്രമാണ്, നമ്മൾ ഒരു പുസ്തകത്തിൽ എഴുതാനും മാത്രമുണ്ട്. പുള്ളിയെ വരച്ചാലും ഇവനോ ആ ഒരു കീറി പറഞ്ഞ കോട്ടും 2-3 ഷർട്ടുകളായിരിക്കും ഇടുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊരു 16-17 വയസ്സ് വരെ ഞാൻ ആനോക്കിനെ ഓർക്കുന്നുണ്ട്. കാരണം ഞങ്ങളുടെ വീട്ടിലും കല്ലുവളത്തിലും ഒക്കെ പുള്ളി ഒത്തിരി ജോലി ചെയ്യുമായിരുന്നു. കഴിക്കാൻ മാത്രം കൊടുത്താൽ മതി. അപ്പം അമ്മ ചോറ് കൊടുക്കുമായിരുന്നു. കോഴഞ്ചേരി കയറാതെ ഷോർട്ട് കട്ട് ചാടി അല്ലേ? കുരുമുളകൊക്കെ ഉണ്ടായിരുന്നല്ലേ? നല്ലതായിരുന്നു. സാധാരണ അങ്ങനെ ആരും കുരുമുളകൊന്നും ഇടത്തില്ല. അതല്ലേ, അവർക്ക് വാടകയൊന്നും കൊടുക്കണ്ടില്ല. അതുകൊണ്ട് ആ ചേച്ചിയാണെങ്കിലും വന്ന് അവിടുന്ന് ഏതാണ്ടൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. പിള്ളേർക്കേ മോൻ വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് വെണ്ണിക്കുളം ആയല്ലേ? എൻ്റെ അമ്മ വീട് ഈ തടിയൂരാണ്. അപ്പോൾ വെണ്ണിക്കുളത്തൊക്കെ ഞങ്ങൾ വന്നിട്ട് അതുവഴിയൊക്കെ പോകുമായിരുന്നു. തടിയൂർക്ക് ഇവിടുന്ന് വലത്തോട്ടെ. പക്ഷെ ഞാൻ അധികം വന്നിട്ടില്ല. കാരണം ഞാൻ അമ്മയുടെ ഏറ്റവും ഇളയ മോനാണ്. ഒരു 10-36 വയസ്സിലെക്കാണ്ട് ഞാൻ ഉണ്ടാകുന്നത്. പിന്നെ അമ്മ പ്രായമായ പിന്നെ ഇങ്ങോട്ട് ഞങ്ങളെ കൊണ്ട് പലപ്പോഴൊക്കെ വരത്തുണ്ടായിരുന്നു. പക്ഷെ ചേട്ടന്മാരെയൊക്കെ എപ്പോഴും. In 300 meters at Venikulam Junction, continue straight to stay on Kottayam, Koshencheri Road. നമുക്ക് റൈറ്റ് അല്ലേ? അല്ല, നമുക്ക് നേരെ പോകണം. നേരെ പോയിട്ട് മലപ്പുഴ റോഡിൽ തന്നെ. അവരുടെ പുതിയ വീടാണ്.
മലമ്പുഴ റോഡല്ലേ? ആ മലമ്പുഴ നേരെ പോകും. അതെ. ഇതിക്കുള്ള ഒത്തിരി ആളോടാണ് നമ്മൾ വരുന്നത്. ഇത് തിരുവല്ലയ്ക്ക് പോകുന്നല്ലേ? അത് തിരുവല്ല. പിന്നെ അത് തടി വരും. In 500 meters, turn left onto Ayankoval Road. അയ്യൻകോവിൽ. ഓക്കെ. അപ്പോൾ 4 മണിയാണ് സ്കൂളൊക്കെ വിട്ടു. ഞാൻ പഴയ ഓർമ്മയ്ക്ക് വന്നിട്ട് വേറെ സ്ഥലത്ത് ബസ്സൊക്കെ മാറി ഇച്ചിരി മുമ്പോട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഉണ്ണാടിക്കട വെടിക്കുളം മാലാങ്കര ലെഫ്റ്റ് ഇവിടെ അല്ല ഇച്ചിരി മുമ്പോട്ട് ഇച്ചിരി ഒരു 100 മീറ്റർ ഓടും. Turn left onto Ayankoval Road. ആ വഴി സ്കൂട്ടർ പോയി. ഇതാണല്ലേ കാണിക്കുന്നത് അതെ അല്ലേ? അതെ. In 300 meters, turn right. Turn right, then you will arrive at your destination. അല്ലേ? കയറുമോ? ഇച്ചിരി ബ്രേക്ക് നിർത്തണ്ടേ? You have arrived. Turn right, then you will arrive at your destination. ശനി കൊച്ചുവച്ചാൻ്റെ വീടല്ലേ? കൊച്ചുവച്ചാൻ്റെ വീടല്ലേ? കൊച്ചുവച്ചാൻ്റെ വീടുണ്ട്. വിജിയുടെ ആ. ബംഗാളിയാ. ഓ ഓക്കെ ഓക്കെ. മുഷ്കിലിനെ അവിടെ നിൽക്കുക, വെയിറ്റ് ചെയ്യും. ആ വിളിച്ചു. അതാണ് അങ്ങോട്ട് തന്നെ പോകണം. അങ്ങോട്ട് പോകും. ആ ഓക്കെ.
ചാമക്കാലയിലെ അല്ലേ എന്ന് ചോദിച്ചാൽ ചാമക്കാലല്ലേ? ഈ 1, 2, 3 പോസ്റ്റ് കണ്ടില്ലേ? ആ ആ പോസ്റ്റിന്റെ അകത്തോട്ടൊരു വഴിയുണ്ട്. ആ ആദ്യത്തെ വീട്. ആ പുതിയ വീട് കണ്ട് പോണത് അല്ലേ? ആ 1, 2, 3 പോസ്റ്റ് അകത്തോട്ട് റോഡ് കിടക്കും. ആ ആദ്യം കാണുന്ന വീട് വലത്ത്. ആ ഓക്കെ, താങ്ക് യു. We are heading to Kochubey Giant. Chamakalai Kochubey Giant. We mistakenly reached another home. Anyway, he knows that. The GPS showed here. Okay. Right around. Oh, okay. Chamakalai. Oh, അവരുടെ വീടിൻ്റെ തൊട്ട് പറയില്ല. അതാ GPS അവിടെ നിന്ന് കാണിച്ചത്. ഇതല്ലേ? ആ ചമ്മക്കാലായില്ല. ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഒരു ചെറിയ ബോക്സ് ഉണ്ട്, അതൊന്ന് നോക്കിയിട്ട് അടുത്തോണ്ട് വരാം. ആ ഇത് വേണ്ടല്ലോ. അത് വേണം.